തോന്നാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു സൃഷ്ടി ആണെങ്കിൽ ആ സൃഷ്ടിക്ക് സ്വാർത്ഥതയുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് പ്രകൃതി നിയമമാണ്. സൃഷ്ടി ആണെങ്കിൽ അതിന് സ്വാർത്ഥതയുണ്ടായിരിക്കും. എന്താണ് സ്വാർത്ഥത എന്ന് വളരെ കാര്യമായിട്ട് ചിന്തിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. സ്വാർത്ഥത നല്ലതാണോ സ്വാർത്ഥത മോശമാണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി നല്ലോണം മനസ്സിലാക്കണം. അതിൻ്റെ വശങ്ങളെപ്പറ്റി. സൃഷ്ടി എന്നാ പറഞ്ഞത്. സൃഷ്ടിയാണെങ്കിൽ എന്താണ് സൃഷ്ടി? സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായതാണ്. ഉണ്ടായതാണെങ്കിൽ നിലവിൽ ഉള്ളതാണെങ്കിൽ ഉണ്ടാകുകയില്ല. അപ്പം ആദിമധ്യാന്തങ്ങളുള്ളതാണ് സൃഷ്ടി. ഉണ്ടാകൽ, നിലനിൽപ്പ്, നാശം. അങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സൃഷ്ടിയാണെങ്കിൽ അത് ഉണ്ടായതാണ്. ഉണ്ടായതാണെങ്കിൽ നശിക്കും. അപ്പോൾ ഉണ്ടാകലിനും നശിക്കലിനും ഇടയ്ക്ക് ഒരു നിലനിൽപ്പ് ഫീൽ ചെയ്യും. എന്നാൽ ഒരു നിമിഷം പോലും സ്ഥിരത ഉണ്ടാകുകയില്ല. പക്ഷേ സ്ഥിരം എന്ന് തോന്നും. ആ സ്ഥിരം എന്ന് തോന്നുന്ന ഭാവത്തെ കൈവിടാനുള്ള മടിയാണ് സ്വാർത്ഥത. സ്ഥിരം ഉള്ളതിനെ പിടിച്ചു നിർത്തുന്നത് ഒരു സുഖമാണ്. അത് നശിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് പോരാതെ വരുന്നു എന്ന് തോന്നും. പോരാതെ വരുമ്പോൾ കൂടുതൽ നേടാൻ തോന്നും. അപ്പോൾ നമ്മൾ എന്താണ് ഉള്ളതെന്നോ എന്താണ് ഈ നിലനിൽക്കുന്നതായിട്ട് ധരിക്കുന്നതെന്നോ എത്ര ഭാഗമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്നോ ഒരു ധാരണയില്ലാതെയാണ് ഒരു സൃഷ്ടി ഉണ്ട് എന്ന് സ്വയം ധരിക്കുന്നത്. ഞാൻ ഇന്നതാണ് എന്ന് സ്വയം ധരിക്കുന്നതിൽ നിന്ന് എന്തോ കുഴപ്പം വരുന്നു, എന്തോ നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇന്നതുകൂടി ചേർന്നാലേ ഞാൻ ഈ നിലനിൽക്കുന്ന ഞാൻ പൂർണ്ണമാവുള്ളൂ എന്ന് ധരിക്കപ്പം എന്താണ്, ആരാണ് ഞാൻ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ, എന്താണ് ഞാൻ നിലനിർത്തേണ്ടത്, എന്താണ് എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊന്നും വാസ്തവത്തിൽ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ഞാൻ ഇന്നതാണ് എന്ന് ധരിക്കുന്നത്. എന്താ കാര്യം? എല്ലാവരും പറയുന്ന ഒന്നാണ് ഞാൻ ഞാൻ ഞാൻ. ഈ ഞാൻ എന്നുള്ളത് എന്താണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായിട്ടറിയാമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നേടേണ്ടി വരികയില്ല. എന്താ വെച്ചാൽ ഞാൻ ഉണ്ടായതാണോ, ഞാൻ നിലനിൽക്കുന്നതാണോ, ഞാൻ നശിക്കുന്നതാണോ, ഇത്ര അറിയണം. ഞാൻ എന്താണെന്നറിയെങ്കിൽ ഞാൻ എന്നുള്ളത് പണ്ട് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആര്, ഞാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും കാലമായിട്ട് മനുഷ്യനുണ്ടായ കാലം തൊട്ട് ചിന്തിച്ചിട്ടും ഇന്നും അത് തിയറിറ്റിക്കലായിട്ടൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അത് ശരിക്ക് നമുക്ക് ബോധ്യപ്പെടാം. ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയിലാകുക. ബുദ്ധിയിലാകുന്നതിനെയാണ് ബോധ്യപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലാകുന്നതിനെ മനസ്സിലാക്കുക എന്ന് പറയും. അപ്പോൾ മനസ്സിലാകലാണോ ബോധ്യപ്പെടലാണോ ധരിക്കലാണോ? അതൊക്കെ വലിയ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ധരിച്ചാണത് ചെയ്തത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആക്കിയതല്ല. മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലായി എന്ന് പറയുക. ഞാനങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു വേറൊരു അർത്ഥമാണ്. ഞാൻ അങ്ങനെ ധരിച്ചു, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. ഇങ്ങനെ
പല വിധത്തിൽ പറഞ്ഞാലും അത് വ്യത്യസ്തമാണ്. എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയുടെ പ്രവർത്തന ഫലമായിട്ട് എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസിക പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നാണ്. എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് അനുഭവമുണ്ട്. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാണ് സന്തോഷം ഉണ്ടാകുന്നത്, ബുദ്ധിയിലല്ല. ബുദ്ധിക്ക് സന്തോഷവും സങ്കടമൊന്നും വരികയില്ല. ബുദ്ധി ഒരു കാൽക്കുലേറ്ററിന്റെ പണി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പണിയാണ് ചെയ്യുന്നത്. അത് റിസൾട്ട് വരുമ്പോൾ അത് മനസ്സിലേക്ക് കയറും. മനസ്സ് എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. വികാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മനസ്സ്. ആ വികാരം എന്ന് പറഞ്ഞാൽ അത് മാറി 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 വരുന്ന യൂണിറ്റുകളെയാണ് വികാരങ്ങൾ എന്ന് ഞാൻ. ആകാരത്തിൽ ആ യൂണിറ്റിന്റെ ആകാരത്തിന് വ്യത്യാസം വരുന്നു. മനസ്സിലാണ്ടോ? വികാരം ആകാരത്തിൽ ഉള്ള ആ വ്യതിയാനങ്ങൾ അവിടെ സംഭവിക്കുന്നു. മാറ്റം എന്നാണ് അർത്ഥം. വികാരം എന്ന് പറഞ്ഞാൽ മാറുന്നതാണ്. ബുദ്ധി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. തലച്ചോറ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന് പ്രവർത്തിക്കാനുള്ള എക്വിപ്മെന്റ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്ന് പഠിപ്പിക്കാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അതിനകത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഭാഗങ്ങളുണ്ടോ അതൊക്കെ മെറ്റീരിയൽ ഭൂതാവസ്ഥയിലുള്ളത് എല്ലാം എന്താണ്? ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയർ അതിന് ഹാർഡ്വെയർ കറക്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനകത്തുള്ള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുകയുള്ളൂ. ആ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിലോ അതിനകത്തേക്ക് നമ്മളുടെ ശക്തി കടത്തിവിടണം. ഏതാണ് ശക്തി? നമ്മളിവിടെ കമ്പ്യൂട്ടറിലേക്ക് കടത്തിവിടുന്നത് ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അതിന് നമ്മൾ ഓൺ ചെയ്ത് അതിൻ്റെ അകത്തെ ശരിയായിട്ടുള്ള ഉള്ളിലേക്ക് ആദ്യം അവൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഇലക്ട്രിസിറ്റി. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ പ്രവർത്തനത്തിനായിട്ടുള്ള ഭാഗത്തിലേക്ക് ക്രമീകരിച്ച് കടത്തിവിടും. അപ്പോഴാണ് ആ ശക്തി പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രവർത്തനക്ഷമതയുണ്ടാകും. എങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം. പിന്നെയോ പെർഫെക്റ്റ് കണ്ടീഷനിൽ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ആ സോഫ്റ്റ്വെയറിലാണ് വൈറസ് ഒക്കെ കയറുന്നത്, ഹാർഡ്വെയറിലല്ല. ഹാർഡ്വെയർ എന്ന് പറയുന്നത് കൂടുതൽ സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിലുള്ളതിനെയാണ് ഹാർഡ്വെയർ. അത് നമ്മുടെ ഇന്ദ്രിയ ഗോചരത്വമുള്ളതാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിന് ഇന്ദ്രിയ ഗോചരത്വം ഉള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ ഇന്ദ്രിയ ഗോചരത്വത്തിലൂടെ മാത്രം അതിനെ ക്രമീകരിക്കാൻ പറ്റും. മനസ്സിലാകണ്ടോ? ഒരു CD എടുത്ത് അതിൽ നമ്മളൊരു പാട്ട് റെക്കോർഡ് ചെയ്തു. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ആ CD എന്ന് പറയുന്ന അതിനകത്ത് എന്തൊക്കെ ഇന്ദ്രിയഗോചരമായിട്ടുണ്ടോ ആ ഭാഗങ്ങൾ മുഴുവൻ ആ CD എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആണ്. എന്നാൽ നമ്മൾ ഈ ഹാർഡ്വെയർ അല്ല വാസ്തവത്തിൽ മേടിക്കുന്നത്, അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആ ഗാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോജക്റ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്. സോഫ്റ്റ്വെയർ, വേറൊരു സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യണത് എങ്ങനെയാണ്? പർച്ചേസ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ ഒരു ഹാർഡ്വെയറിൽ ആണ് തരാൻ പറ്റുക. CD പോലുള്ളതോ അല്ലെങ്കിൽ പെൻഡ്രൈവ് പോലുള്ളതോ ഇതൊക്കെ ഹാർഡ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ശരിയായിട്ടുള്ള സയൻസ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാകും കമ്പ്യൂട്ടറിനെ പറ്റി. ഇനി പഠിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ചായ എടുത്തോളൂ എന്നാണ് പറയണത്.
ഒരു ഗ്ലാസ് ഒന്നും പറയാം, ഒരു ചായ എടുക്കുമെന്ന് ഹോട്ടലിൽ ചെന്ന് പറഞ്ഞാൽ അവരൊരു ഗ്ലാസ്സിലാണ് ചായ കൊണ്ടുവരിക. ആ ഗ്ലാസ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് ചായ മാത്രം കൊണ്ടുവന്ന മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇല്ലാതെ അല്ലെങ്കിൽ വേറെ കപ്പില്ലാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രമില്ലാതെ ഈ ചായയെ കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പോൾ ആരും എനിക്ക് ഗ്ലാസ് ഞാൻ ചോദിച്ചില്ലായിരുന്നല്ലോ, ചായ മാത്രം അല്ലേ ചോദിച്ചതെന്ന് പറയാൻ പറ്റുകയില്ല. അതിനെ കൊണ്ടുവരണമെങ്കിൽ, അതിനെ കൈമാറണമെങ്കിൽ ഈ ഒരു ഹാർഡ്വെയർ വേറെ വേണം. എന്നാൽ ഇവിടെ ഈ ജലം എന്ന് പറയുന്നതും ഇന്ദ്രിയഗോചരത്വം ഉള്ളതായത് കാരണം അത് ഹാർഡ്വെയറിൽ പെടുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറയുന്ന കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ചായ ചൂടോടെ എടുത്തോട്ടെ, ചൂടോടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോലെയല്ല, ഗ്ലാസ് ഉള്ള കൊണ്ട് ചായക്ക് ചൂടോടെ കൊണ്ടുവരാതെ ആറിക്കൊണ്ടുവരികയോ തണുത്ത ചായയോ ഒക്കെ കൊണ്ടുവരാം. പക്ഷെ ചായ ഇല്ലാതെ അതിനകത്ത് ചൂടുണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചായ കൊണ്ടുവരാൻ പറ്റും, ചായയുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലുള്ള ചൂട് കൊണ്ടുവരാൻ പറ്റും. ആ ചൂടിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്താണ്? സുഖം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ദുഃഖം കൊണ്ടുവരാൻ പറ്റും. എന്നുവെച്ചാൽ വികാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക അതാണ്. അപ്പോൾ അത് സൂക്ഷ്മ തലത്തിലേക്ക് പോകും. ഒരു തലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ CD-യിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഈ സംഗീതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ നമ്മൾ CD-യിലേക്ക് പകർത്തുമ്പോൾ ആ CD-യിൽ എങ്ങനെയാണ് ഇതിന് നിമ്നോന്നതങ്ങളായിട്ട്, പണ്ടൊക്കെ റെക്കോർഡ് പ്ലെയർ ആയിരുന്നപ്പോൾ അത് നമുക്ക് ഒരു ഇങ്ങനെ വട്ടമായിട്ട് അതിൽ ഇങ്ങനെ നമുക്ക് ഉള്ള സാധനത്തിൽ നമുക്ക് കുഴി പൊക്കമായിട്ട് കൈകൊണ്ട് സ്പർശിച്ചാൽ തന്നെ അറിയുന്ന വിധത്തിലുള്ള വ്യത്യാസം കാണാൻ പറ്റുന്ന ഒരു സൂചി എടുത്ത് അതിൽ കൂടി ഓടിച്ചാൽ. ഇപ്പോൾ അതിനേക്കാൾ വളരെ സൂക്ഷ്മമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസേഷൻസ് കൊണ്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും കാണാൻ മേലാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ CD-കളിൽ എഴുതുന്നത്. അതുകൊണ്ട് നമുക്കത് വായിക്കണമെങ്കിലും അതേപോലെ പ്രിസിഷൻ ഉള്ള ടൂൾസ് ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പൊ അത് നമുക്ക് ആ ഉയർച്ച താഴ്ചകളാണോ നമ്മൾ മേടിക്കണം? അല്ല, അത് കറങ്ങുമ്പോൾ അതിനെ വായിച്ചിട്ട് നമ്മളുടെ ആവശ്യമുള്ള ആ പാട്ട് അതായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ആദ്യം സൗണ്ടിനെ ഇങ്ങനെ നിമ്നോന്നതങ്ങളായിട്ടുള്ള വേവ് രൂപത്തിലാക്കിയിട്ട് അതിനെ തിരിച്ച് ഡീകോഡ് ചെയ്ത് അത് ശബ്ദം ആയിട്ട്, എങ്ങനെയുള്ള ശബ്ദം? ആ പർട്ടിക്കുലർ സോങ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആസ്വദിക്കുന്നത്. അതേപോലെയാണ് നമുക്ക് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നതെന്നൊരു, നമുക്ക് ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിലൂടെ നമ്മൾ വേറൊരു കാര്യമാണ് മേടിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എന്താണോ നേടുന്നത് അത് നേടാനല്ല അത് നേടുന്നത്. പൈസയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ. പൈസ സമ്പാദിക്കുന്നു, പൈസ സമ്പാദിക്കാനല്ല പൈസ സമ്പാദിക്കുന്നത്. എന്തിനാണ്? ആ പൈസ കൊണ്ട് നമ്മൾ ഒരു TV മേടിക്കാം എന്ന് വെച്ചു. അപ്പൊ ആ പൈസ ഉപയോഗിച്ച് TV മേടിക്കുന്നു. TV മേടിച്ചു കഴിഞ്ഞാൽ TV മേടിക്കാനാണോ നമ്മൾ TV മേടിച്ചത്? അല്ല, TV മേടിച്ചത് നമുക്ക് പല പ്രോഗ്രാംസും കാണാനാണ്. പല പ്രോഗ്രാംസും കാണാനാണോ നമ്മൾ അതിന്റെ മുമ്പിലിരിക്കുന്നത്? അല്ല, ആ കാണുന്നതൊക്കെ എന്റെ മനസ്സിന് ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടി, എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സന്തോഷം വെറുതെ മേടിക്കാൻ പറ്റില്ല. അത് ഇതുപോലത്തെ ഏതെങ്കിലും വഴിയായിട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ഒരു മാർഗം, സന്തോഷം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് ഒരു സിനിമ കാണുക. ആ സിനിമ കാണാനുള്ള ഒരു മാർഗമാണ് TV മേടിക്കുക. ആ TV മേടിക്കുന്നതിനൊരു മാർഗമാണ് പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമാണ് വർക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ എന്തിനാണ് നമ്മൾ ഇതൊന്നും ചെയ്യണമെന്ന് ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല.
ഇത് നമ്മളുടെ ഒരു ശീലമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, നമ്മൾ ആരാണെന്ന് ഉള്ള കൺഫ്യൂഷനെങ്കിലും നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അറിയാമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കണത്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ജീവിതകാലം മുഴുവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അതാണ് അതിനെപ്പറ്റി എന്തിനാണ് ഇത്, ആ പൈസ എന്തിനാണ് ഉണ്ടാക്കണതെന്ന്, പൈസ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എന്തിനാണ് ഉണ്ടാക്കണമെന്നും മനസ്സിലാകാതെ നടക്കണവര് എന്ത് ചെയ്യും? അതിനെ ഉപയോഗിക്കാൻ അറിയാൻ മേലാതെ പോകും. അതുകൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അറിയണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. ഇന്ന് തന്നെ സമയം കൂടിപ്പോയി. ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.